സ്ത്രീകളും പറയും, ഒക്കെ പറയും ബറക്കത്ത് വേണം. ആണുങ്ങൾ ആണുങ്ങളുടെ വകയായിട്ടും പെണ്ണുങ്ങൾ അവരെ വകയായിട്ടും ദീനീ ഖിദ്മത്തിൽ നേതൃത്വം നൽകണം, സജീവതയുള്ളവരാകണം. അള്ളാഹുവിൻ്റെ ദീനീ രംഗത്ത് നമ്മുടെ വീടും കുടുംബവും സജീവമാണെങ്കിൽ ബറക്കത്ത് അല്ലാഹു തആല തരും. മുൻഗാമികൾക്ക് അല്ലാഹു തആല ബറക്കത്ത് നൽകിയത് അങ്ങനെയല്ലേ? നമ്മേക്കാൾ അധികം സന്താനങ്ങൾ, നമ്മുടെ അത്ര ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ല, ഇഷ്ടം പോലെ ബാധ്യതകൾ, അതൊക്കെ പൂർത്തീകരിച്ച് ഭംഗിയായി നിർവഹിച്ചാണ് ഈ ദുനിയാവിൽ നിന്ന് അവർ വിടവാങ്ങിയത്. അവരെക്കാൾ എത്രയോ സൗകര്യങ്ങൾ ഉള്ളവരാണ് നാം എല്ലാവരും. പക്ഷേ പ്രയാസങ്ങളും പ്രതിസന്ധികളും എപ്പോഴും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ പലപ്പോഴും ആ ഒരു ചോദ്യം ഉള്ളത് കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകൾക്ക് പോലും ഭംഗി കുറഞ്ഞു പോവുകയാണ്. സ്വാഭാവികമായിട്ടും വരും. ഒരാളെ രോഗം അലട്ടുന്നുവെങ്കിൽ, ദാരിദ്ര്യം അലട്ടുന്നുവെങ്കിൽ, അതുപോലെ തന്നെ കടബാധ്യതയും മറ്റു മാനസിക പ്രശ്നങ്ങളും അലട്ടുന്നുവെങ്കിൽ അയാൾക്ക് നേർക്കുനേരെ ഒന്ന് നിസ്കരിക്കാൻ, മനസ്സ് നന്നായി ഒന്ന് തിരിക്കാൻ പ്രയാസം വരും. അതിൽ നിന്ന് മോചനം കിട്ടണ്ടേ? വേണം, ഉറപ്പായിട്ടും വേണം. മാറ്റം വേണ്ടേ? മാറ്റം വേണം. എല്ലാവരും ആ മാറ്റം ആഗ്രഹിക്കുന്നവരാണ്. ആരും ആ വിഷയങ്ങൾ ആഗ്രഹിക്കാത്തവരില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉഹദിന്റെ രണഭൂമിയിൽ പങ്കെടുത്ത് ഷഹീദായ മഹാനാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഞാൻ ഈ പറയുന്ന സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സംഭവം. പക്ഷേ ഒരു സ്ഥലത്ത് മഹാനവറുകൾ അതിന് മേൽവിലാസം നൽകിയത്, ഹെഡിങ് നൽകിയത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചാൽ എല്ലാ വിഷമവും മാറുന്ന. അവിടെയും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആത്മാർത്ഥമായി വിശ്വസിക്കാൻ കഴിയണം ആദ്യമായിട്ട്, എന്നിട്ട് പ്രവർത്തിക്കണം. അത് അന്നത്തെ കാലത്തല്ലേ, അത് അവർക്ക് പ്രത്യേകമായിട്ടല്ലേ. എന്നാ പിന്നെ നീ അങ്ങനെ ഇരുന്നോ, വേറെ ഏതെങ്കിലുമൊക്കെ വഹി വരും എന്ന് കരുതിയിട്ട്. ദീനീ രംഗത്ത് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ക്ലേശതകൾ, ഈ വിഷമങ്ങളൊക്കെ മാറിയത് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിന് തലക്കെട്ടിടുകയാണ്. വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്, ചെറുതല്ല. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ വിളിച്ച്, ജാബിർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, നാളെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉഹദിലേക്ക് പോവുകയാണ്. ഞാൻ അവിടെ ഷഹീദാകും എന്നാണ് ഞാൻ എന്നെപ്പറ്റി മനസ്സിലാക്കുന്നത്. എല്ലാം നീ ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കണം. എന്തെല്ലാം ഉണ്ടെന്നറിയോ? പെൺമക്കൾ ധാരാളമുണ്ട്, ഒക്കെ ചെറിയ 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 മക്കളാണ്. ജാബിർ റളിയല്ലാഹുവിന് പെങ്ങന്മാരായിട്ട് 9 എണ്ണം ഉണ്ട്. ഇന്ന് വലിച്ചേ, വലിച്ചേ അല്ലേ? നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു എണ്ണം കേട്ടാൽ തന്നെ നമ്മൾ വലിക്കൂലേ? അല്ലോ, അത്രയൊക്കെ ഉണ്ടാ? എങ്ങനെ ആയിരുന്നു ജീവിച്ചത്? 9 എണ്ണം, 9 പെൺമക്കൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്, ജാബിർ റളിയല്ലാഹുവിന്റെ സഹോദരിമാർ. ഉപ്പ പറയുന്നു, എനിക്ക് കടങ്ങളുണ്ട്. ഷഹീദാകാൻ പോകുന്ന ഉപ്പയെ പറയുന്ന കടങ്ങളുണ്ട്, നീ അത് വീട്ടണം.
നാളെ ഇനി കൂടുതൽ ടൈമില്ല, നാളെ ഞാൻ പോവാ, ഷഹീദാകുന്നാണ് ഉപ്പ മനസ്സിലാക്കുന്നത്. കടങ്ങൾ നീ വീട്ടണം മോനെ. ഉപ്പതൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ഉപ്പ പോയി, ഷഹീദായി. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപ്പ ഷഹീദായി. ഉപ്പയെ ഖബറിലേക്ക് വെച്ചു. നേരെ പിറ്റേന്ന് വന്നു കടക്കാര് വീട്ടിന്റെ മുറ്റത്ത്. അങ്ങനെ ഉണ്ടാവും. ഷെയർ ബിസിനസ്സിൽ പൊട്ടിയിട്ടുള്ള കട അല്ലത്. പൈസക്ക് പകരം പൈസ ലാഭം വാങ്ങിയിട്ട് പൊട്ടിയിട്ടുള്ള കട അല്ല. ശരിയായ നിലക്ക് ഈ കുടുംബം പോറ്റാനും മറ്റുമൊക്കെ ദീനിന് ഖിദ്മത്തെടുക്കുന്ന ആ ബാപ്പ ആവശ്യമായിട്ട് വന്നപ്പോ വാങ്ങിയ കടം. ഇന്നലെ ഷഹീദായ ഉപ്പാന്റെ കടം ചോദിച്ച് ഇന്ന് ആള് വന്നിരിക്കുകയാണ്. ഒന്നും രണ്ടും ആളുകളല്ല, ഒരുപാട് ആളുകളുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമത്തിലായി. പടച്ചോനെ, ഇവർക്കെല്ലാം കടങ്ങൾ വീട്ടാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത്? വേഗം മഹാനവർകൾ പാഞ്ഞു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് ഓടിപ്പോയി. കടക്കാര് വന്നിരിക്കുന്നു നബിയേ, ഉപ്പയുടെ കടബാധ്യത വീട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിറേ, ഉപ്പ ഷഹീദായതാണ്, അല്പം ഒന്ന് കുറച്ചു തരാൻ അവരോട് പറയണം. ഷഹീദായ ഉപ്പാക്ക് എത്ര ബഹുമാനമുണ്ട്! ഷഹീദായ ഉപ്പക്ക് വലിയ ബഹുമാനമില്ലേ? വലിയ ബഹുമാനമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരൊറ്റത്തുള്ളി രക്തം ഭൂമിയിലുറ്റുമ്പോഴേക്ക് യഗ്ഫിറു ലിശ്ശഹീദ്, ഷഹീദിന് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും. എല്ലാ ദോഷങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കും. ആ ഷഹീദിന് പാരത്രിക ലോകത്ത് ശഫാഅത്തിനുള്ള അധികാരം അള്ളാഹു നൽകും. ആ ഷഹീദിന് പാരത്രിക ലോകത്ത് ഹിസാബ് ചെയ്തുകൊണ്ട് ഏട് മറിച്ച് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു അവസരം ഇല്ല. ശുഹദാക്കളല്ലേ ഹിസാബില്ലാതെ മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠ വിഭാഗം. ശുഹദാക്കളെ കൊണ്ടുപോകുന്നത് കാണുമ്പോ നോക്കി നിൽക്കുന്നവരൊക്കെ പറയൂലേ, യാ ലൈതനീ യാ ലൈതനീ കുന്തു ഷഹീദാ. നല്ല നല്ല ആളുകളൊക്കെ പാലം കടക്കുമ്പോ ദുനിയാവിൽ നല്ല നിലക്ക് ജീവിക്കണമെന്നൊരുപാട് വാളും ഉപദേശവും പാഠങ്ങളും പഠനങ്ങളും സ്വന്തത്തിലും കുടുംബത്തിലും മറ്റുമൊക്കെയായി അള്ളാഹു നൽകിയിട്ടും കേൾക്കാത്തവർ, അവര് പറയുന്നൊരു വർത്തമാനമുണ്ട്. ശുഹദാക്കള് പോയി, നബിമാര് പോയി, സ്വാലിഹീങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോ യാ ലൈതനീ കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അളീമാ, അവരുടെ മാർഗത്തിൽ ഞാനും ജീവിച്ചിരുന്നെങ്കിൽ എനിക്കും അതുപോലെ പോകാമായിരുന്നല്ലോ. എന്തൊരു സന്തോഷത്തോടെയാണ് അവർ മിന്നൽ വേഗതയിൽ പോകുന്നു. അതേ, നല്ല സന്തോഷത്തോടെ നടന്നു പോകുന്നു, ഹൈസ്പീഡിൽ പോകുന്നു, വാഹനങ്ങളിൽ പോകുന്നു, മർഹബ ചൊല്ലിക്കൊണ്ട് സലാം പറഞ്ഞ് മലക്കുകൾ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. എന്തൊരു സന്തോഷമാണ്! എനിക്കും അവരോടൊപ്പം ഒരു ചെറിയ അവസരം ദുനിയാവിൽ കിട്ടിയിരുന്നെങ്കിൽ ഫഅഫൂസ ഫൗസൻ അളീമാ. ദുനിയാവിന്റെ ജീവിതത്തെക്കുറിച്ച് വിലാപത്തോടുകൂടെ മനുഷ്യൻ ആലോചിക്കുന്ന പറയുന്നൊരു നേരമാണത്. സഹോദരങ്ങളെ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാക്ക് ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. പക്ഷേ ആ ബാധ്യതകൾ അത് വീട്ടേണ്ടത് തന്നെയല്ലേ? ഉപ്പ ഷഹീദായതാണ്, കുറച്ചൊന്ന് കുറച്ചു തരാൻ വേണ്ടി കടക്കാരോട് പറയൂ ജാബിറേ. ജാബിർ റളിയല്ലാഹു അൻഹു നിർദ്ദേശം കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, ഉപ്പ ഇന്നലെ ഷഹീദായതല്ലേ, നിങ്ങൾക്ക് തരാനുള്ളതിൽ നിന്ന് നിങ്ങൾ കുറച്ച് തരണം. എല്ലാവർക്കും തരാൻ കണക്കനുസരിച്ച് എൻ്റെ കയ്യിലില്ല. പക്ഷേ കടക്കാര് പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഹക്കാണ്, കിട്ടേണ്ടത് അങ്ങനെ തന്നെ വേണം. അവരവകാശല്ലേ അവർ ചോദിക്കുന്നത്? അവകാശാണ്.
അവകാശമാണ്. അവരവകാശം തീർത്തു കൊടുക്കണ്ടേ? ഹക്കുകളോടുകൂടെ അല്ലാഹു തആല നമ്മെ ആരെയും മൂത്താക്കാതിരിക്കട്ടെ. എല്ലാ ഹക്കുകളും കഴിവനുസരിച്ച് വീട്ടാനുള്ള വകുപ്പുകൾ വെക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ ഏറ്റെടുക്കാനും മറ്റുള്ളവർ ഏറ്റെന്നൊക്കെ പറയാൻ സുഖമാണ്. പക്ഷെ ആ സംഗതി അങ്ങ് വീട്ടിയെങ്കിലേ കിടക്കുന്നിടത്തൊരു റാഹത്ത് കിട്ടുള്ളൂ. മരിച്ചു പോകാനും ഖബറിലെത്താനൊന്നും ഒരു പണിയില്ല. അതൊക്കെ കൃത്യമായിട്ട് ആളുകൾ ചെയ്യും. മരിച്ചങ്ങ് കൊടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും കൊണ്ടുവെക്കാനും ഒക്കെ ആൾ റെഡിയാണ്. പക്ഷേ നമ്മുടെ പെരടിയിലുള്ള ബാധ്യതകൾ അത് സുഗമമായി കെട്ടയിച്ച് വെച്ചില്ലെങ്കിൽ കിടക്കുന്നിടത്തൊരു സ്വസ്ഥത ഉണ്ടാകും. പോകട്ടെ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആ ആത്മാവ് അത് പോയി ചേരുന്നിടത്ത് അതിനൊരു റാഹത്തുണ്ടാകും. ജാബിർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോയിട്ട് പറഞ്ഞു, നബിയെ അവർ പറഞ്ഞു അല്പം പോലും കുറക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അത് സ്വാഭാവികമായിട്ടും സാധാരണ കിട്ടാനുള്ള ആൾക്കാരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അത് ഇന്നും അങ്ങനെ തന്നെ, അന്നും അങ്ങനെ തന്നെ. കിട്ടാനുള്ള ഞങ്ങൾക്കുള്ള ഹക്കല്ലേ, അത് കിട്ടണം. അതവർ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല, പറഞ്ഞിനി എതിര് പറഞ്ഞൊന്നുമല്ല. ഞങ്ങളെ അവകാശമാണ്, ഞങ്ങൾ ചോദിച്ച് ഏറെ ചോദിച്ചില്ലല്ലോ, അത് കിട്ടണം എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹുവിനോട് തങ്ങൾ ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് വരുമാനമായിട്ടുള്ളത്? ജാബിർ റളിയല്ലാഹു അൻഹു നബിയെ, എണ്ണിയാൽ ഇങ്ങനെ 10 വിരലിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കുറച്ച് കാരക്കമരങ്ങളുണ്ട്, ഈത്തപ്പഴ മരങ്ങൾ. അതിൽ കായ്ക്കനികളുണ്ടോ? ഉണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ നിന്ന്, മദീന പള്ളിയിലെ ആ ഇൽമിന്റെ മജ്ലിസൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അങ്ങനെ ഇൽമ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന നേരാണ്, വഖത്താണ് സുബഹിന്റെ വഖത്ത്. ജുമുഅ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആളുകൾ ഒരുമിച്ച് കൂടുന്ന നേരതാ. ആ നേരത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ തോട്ടത്തിൽ പോകണം, പറിക്കാൻ ആളെയും കൂട്ടണം. ഓരോ മരത്തിന്റെ മുകളിലുള്ള കനികളും പറിച്ച് അതിൻ്റെ താഴെ കൊട്ടയിലാക്കി വെക്കണം. ഞാൻ വന്നിട്ടേ എടുക്കാവൂ, അതിനു മുമ്പ് എടുക്കരുത്. ഓരോന്നും താഴെ കൊട്ടയിലാക്കിയിട്ട് വെക്കുക, ഞാൻ അങ്ങോട്ട് വരും. ജാബിർ റളിയല്ലാഹു അൻഹുവിനും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഉപ്പാന്റെ കടങ്ങളൊക്കെ വീടാൻ. എന്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്ര വലിയ പ്രേരണ? ആ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കടം വീടണം എന്നതിന് തങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താ? മറക്കരുത്, ആ മഹാനുഭാവൻ ജീവിച്ചത് ദീനിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാ ജീവിച്ചത്. ശരീരം കൊടുത്തത്, റൂഹ് പിരിഞ്ഞത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ആ ഉഹദിൽ രക്തമുറ്റിയത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. സ്വന്തത്തേക്കും കുടുംബത്തേക്കുള്ള വരുമാനത്തിനൊന്നുമല്ല, ദീനിന്റെ ഹയാത്തിന് വേണ്ടിയാ. ജാബിർ റളിയല്ലാഹു അൻഹു ആളെയും കൂട്ടി ചെന്നു. എല്ലാം പറിച്ചു കൊട്ടയിലാക്കിയിട്ട് ഓരോ മരത്തിന്റെ ചുവട്ടിലും വെച്ചു. മഹാനവറുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവും കാത്ത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിലേക്ക് വന്നു. തോട്ടം എന്ന് പറഞ്ഞാൽ ഇതാ അത്ര വലിപ്പമുണ്ടാകൂല. ഒരു 9 കാരക്ക മരങ്ങളെ തോട്ടം എന്ന് പറഞ്ഞാൽ അത്ര തോനൊന്നും കാണാനല്ലോ, ചെറുതല്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ഓരോ മരത്തിന്റെ ചുറ്റൂടെയും തങ്ങളിങ്ങനെ നടന്നു. ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. ഓരോ കൊട്ടയിലേക്കും നോക്കുന്നു. പറിച്ചു വെച്ചതിലേക്ക് നോക്കിയിട്ട് മരത്തിന്റെ ചുറ്റും ഇങ്ങനെ നടന്നിട്ട് ഏതാണ് അധികമുള്ളത് അതിന്റെ സമീപത്തവിടെ ഇരുന്നു. അതിന്റെ സമീപത്ത് ഇരുന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഉദുലി അൽ ഖുറമാ, കടക്കാരോട് വരാൻ പറയൂ ജാബിറേ. നിങ്ങളെ ഉപ്പ കടം കൊടുക്കാനുള്ള ആളുകളോടൊക്കെ വരാൻ പറയൂ. ജാബിർ റളിയല്ലാഹു അൻഹു പോയി വിളിക്കുന്നു. തലേ ദിവസം വീട്ടിൽ വന്ന കടക്കാര് വരിവരിയായി വരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നോക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിർവഹിക്കുന്നത്?
ആ വലിയ കൊട്ടയിലേക്ക്, കൂടുതലുള്ള കൊട്ടയിലേക്ക് തങ്ങൾ കൈവച്ചുകൊണ്ട് ദിക്റ് ചൊല്ലിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്രയാ തരാനുള്ളത്? ഒരാൾ പറയുന്നു, എനിക്ക് 1500 ദിർഹമാണ്. 1500 ദിർഹമിന് എത്രയാണ് ഈത്തപ്പഴം ഇന്ന് മാർക്കറ്റിൽ? ആ ഈത്തപ്പഴങ്ങൾ അങ്ങനെ വാരിക്കൊടുക്കുന്നു. അത് ചാക്കിലാക്കി സന്തോഷത്തോടെ കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ ആള് വരുന്നു, കൊട്ട മാറിയിട്ടില്ല, ആ കൊട്ട തന്നെയാണ്. എത്രയാ നിങ്ങൾക്കുള്ളത്? 800 ദിർഹം. അയാൾക്കുള്ളത് കൊടുക്കുന്നു. അടുത്ത ആള് വരുന്നു, സംഖ്യ പറയുന്നു. ഓരോരുത്തരും വരുന്നു, സംഖ്യ പറയുന്നു. അതിനനുസരിച്ചുള്ളത് അങ്ങ് വാരിക്കൊടുക്കുന്നു. എല്ലാവരും ചാക്കിലാക്കി പോയി. കടക്കാര് മുഴുവനും അവർക്കുള്ള ബാധ്യതയും വീട്ടിയിട്ട് അവിടുന്ന് പോകുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ളൊരു സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉപ്പ ഖബറിലേക്ക് എത്തിയിട്ടേ രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്ക് ഇത്ര പെട്ടെന്നല്ലേ? അതിൽ നിന്ന് മറ്റൊരു പാഠം കൂടി പഠിക്കണം. മരിച്ച ആളെ ഹക്ക് വീട്ടാൻ 3, 7, 15, 40 ഒന്നും കാത്തിക്കണ്ട. എത്ര പെട്ടെന്നാണോ അത്ര പെട്ടെന്ന് വീട്ടണം. ഇന്ന് മരിച്ച ആളെ ഹക്ക് വീട്ടാൻ ഇന്ന് വൈകുന്നേരത്തിന്റെ അടുക്ക് കടിയോ അത്ര പെട്ടെന്ന് വീട്ടണം. എന്ത് 7, 14, 40, 400 അതിനൊന്നും കാത്തിക്കാൻ പാടില്ല. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് വീട്ടണം. 2 തരം ഹക്കുണ്ടാകും. 2 തരം ഹക്കിലേക്കും സ്വത്ത് ഭാഗം വെച്ചിട്ട് വേണം അനന്തര സ്വത്തിൽ ഉള്ള വിഹിതങ്ങളൊക്കെ എടുക്കാൻ. ഹക്കുന്നാസ് വ ഹക്കുല്ലില്ലാഹ്. അള്ളാഹുവിനുള്ള ഹക്കും ജനങ്ങൾക്കുള്ള ഹക്കും 2 ഹക്കുണ്ട്. ഇന്ന് വളരെ കൂടുതലായി കാണുന്നത് ജനങ്ങൾക്കുള്ള ഹക്കാണ്. ഇപ്പൊ അടുത്തായി ഓരോരുത്തരും മരിച്ചു പോകുന്നു. ലക്ഷങ്ങളല്ല, കോടികളാണ് കാണുന്നത്. ഇതൊക്കെ കൂടി കൂട്ടി നോക്കിയിട്ട് ലക്ഷത്തിലേക്ക് എത്തണില്ലാകെ. ഉള്ള വീടും കിടപ്പാടും ഒന്നായിട്ട് വിട്ടു നോക്കിയാൽ ആ കോടിയുടെ 1% അതിൻ്റെ 10-1 എത്തണില്ല. അത്രയുണ്ട്. നമ്മൾ നല്ലോണം ആലോചിക്കണം. ചെലവ് ചെയ്യുന്നിടത്തും വാങ്ങുന്നിടത്തും കൊടുക്കുന്നിടത്തും ഒക്കെ ചിന്തിക്കണം. കുറച്ചു കഴിഞ്ഞാൽ പോകാനുള്ളതാണ്. ഈ കണക്കൊക്കെ വീടാനുള്ളതാണ്. വീടിയിട്ടില്ലെങ്കിൽ പിന്നൊരു പുസ്തകം കയ്യിൽ വരും, ഒരത്ഭുത ഗ്രന്ഥം, നിഷേധിക്കാൻ കഴിയാത്തൊരു ഗ്രന്ഥം. ലാ യുഗാദിറു സ്വഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയൊരു ഗ്രന്ഥം. ആർക്കേ സംശയമുണ്ടോ? ആർക്കും അതിൽ സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലേ? സംശയമുണ്ടോ? കഴിഞ്ഞ മാസം ഒരു നിയമം തെറ്റിച്ചതിന് മിന്നിയ ക്യാമറ എത്ര കൃത്യമായിട്ടാണ് ടൈം പറഞ്ഞെന്ന്, സ്ഥലം പറഞ്ഞെന്നത്, ആരൊക്കെയാണ് കാറിലുള്ളത് എന്നും ബെൽറ്റ് ഇട്ടതാരാണെന്നും ഇടാത്തതാരാണെന്നും തെളിവ് സഹിതം പറഞ്ഞെന്നില്ലേ? ഹെൽമെറ്റ് വെച്ചതാരാണെന്നും വെക്കാത്തതാരാണെന്നും ടൈം നിഷേധിക്കണില്ലല്ലോ? ഇല്ല. സ്ഥലം നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. ഒക്കെ റെഡിയല്ലേ? റെഡിയാണ്. ഒരൊറ്റ പേപ്പറിൽ വന്നു, എല്ലാവരും സമ്മതിക്കുന്നു. 500, 1500 ഒക്കെ കൊണ്ടേ അടക്കുന്നു. കൃത്യമായിട്ടുള്ള കിതാബിൽ കണക്കുണ്ട്. എല്ലാ കണക്കുകളും കൃത്യമായ ഒരു കിതാബാണത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കിതാബ്. അത് മുന്നോട്ട് വരുമ്പോൾ പേടിച്ച് വിറച്ച് ഒന്നിനും കഴിയാതെ നിലവിളിക്കുന്നവരാകരുത്. ആ കിതാബ് കിട്ടുമ്പോ സന്തോഷത്തോടെ വായിക്കാൻ വേണ്ടി മുന്നിൽ പരന്നു നിൽക്കുന്ന മലക്കുകളെയും മുഅ്മിനീങ്ങളെയും സന്തോഷത്തോടെ വിളിക്കുന്ന കിതാബാകണം. കിതാബിയാ, വരൂ എന്റെ കിതാബ് വായിച്ചോളൂ, എന്റെ ഏട് വായിച്ചോളൂ, എന്റെ ഏട് വായിച്ചോളൂ. മലക്കുകളോട് പറയുന്നു, സാക്ഷികളോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു. ഇന്നീ ളനന്തു അന്നീ മുലാഖിൻ ഹിസാബിയാ. ഇതുപോലെ ഒരു വിചാരണ വരുമെന്ന് നല്ലവണ്ണം ബോധ്യത്തോടെ ശ്രദ്ധയോടെ ജീവിച്ച ആളാണ് ഞാൻ. ഉറപ്പിച്ച് ജീവിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളില്ല. ആർക്ക് വേണമെങ്കിലും വായിക്കാം. എന്റെ കിതാബ് വായിക്കുന്നതിന് ഞാൻ ആരെയും തടയുന്നില്ല. വായിക്കപ്പെടാൻ പറ്റാത്ത കിതാബ് കിട്ടുന്ന ആള് പറയുന്നത്, യാ ലൈതനീ ലം ഊത കിതാബിയാ.
ഇങ്ങനെ ഒരു രേഖയും ഒരു കൈപ്പുസ്തകവും കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര പെട്ടെന്ന് രക്ഷപ്പെടാമായിരുന്നു. കുടുങ്ങിയല്ലോ. ഇനി ഈ രേഖയിലുള്ളത് മുഴുവനും ചർച്ചാ ശ്രവണം നടത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് തീരുമാനിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. വലം അതിരിമാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ. എനിക്ക് വരുന്ന ചോദ്യങ്ങൾ, വിചാരണകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിൽ വരാനുണ്ട്. അവസാനം തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് ഞാൻ എങ്ങോട്ടാണെന്ന് തന്നെ എനിക്ക് ബോധ്യമാകുന്നില്ല. ബേജാറിലാണ്. അങ്ങനെയുള്ളൊരു കൈപ്പുസ്തകമാകരുത് നമുക്ക് ലഭിക്കുന്നത്. ലഭിക്കുന്ന കൈപ്പുസ്തകം കിതാബ്. ആ കിതാബ് കറക്റ്റായി വായിക്കാൻ പറയും. ഇഖ്റ കിതാബക്, നിന്റെ കിതാബ് നീ വായിക്കണം. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. എത്ര പ്രായമുള്ള ആളാണെങ്കിലും, പ്രായം കുറഞ്ഞ ആളാണെങ്കിലും, രോഗമായിട്ട് മരിച്ച ആളാണെങ്കിലും, ഓർമ്മശക്തി ഇല്ലാതെ മരിച്ച ആളാണെങ്കിലും, ബുദ്ധിക്കൊന്നും ഒരു കുറവൊക്കെ ഉണ്ടായിട്ട് ഒന്നൊരു കഥ ഇല്ലാതെ മരിച്ച ആളാണെങ്കിലും നമ്മുടെ കിതാബൊക്കെ നമ്മൾ എഴുതുന്നൊരു സന്ദർഭമുണ്ട്, ഒരു സമയമുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച മഹാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഏതായത്ത്? ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. എന്താ നബിയെ, നിന്റെ കിതാബ് നീ വായിക്കൂ എന്ന് പറഞ്ഞ കിതാബ് ഏതാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാണ് ആദ്യമായിട്ട് ഈ വിഷയം എന്നോട് ചോദിക്കുന്നത്, ഞാനത് പറയാം. ഈ കിതാബ് നിന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ നീ എഴുതിയത് എന്ന അർത്ഥത്തിലാണോ? അതെ, ഞാനും നിങ്ങളും ഒരു കിതാബ് എഴുതുന്നുണ്ട്. കറക്റ്റ് വിവരങ്ങൾ എഴുതും. എത്ര വർഷത്തതായിരുന്നത്? പ്രായപൂർത്തിയായതിനു ശേഷം മരിക്കും വരെ എത്രയാ വർഷം? 40, 60, 35, 15 ശേഷം ഇങ്ങോട്ട് കുട്ടിക്കും. പ്രായപൂർത്തി മുതൽക്കുള്ളത് ആണും പെണ്ണും അവരൊക്കെ എഴുതും. ഖബറിലേക്ക് വെച്ച ഉടനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖബറിലേക്ക് വെച്ച ഉടനെ മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് ആ ഖബറിലേക്ക്, നമ്മുടെ ഖബറിലേക്ക്, ഓരോരുത്തരുടെയും ഖബറിലേക്ക് ഒരു മലക്ക് വരും. ആ മലക്ക് വന്നിട്ട് പറയും, ഇരുത്തിയിട്ട് പറയും, നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ വിഷയങ്ങളും ഒന്ന് എഴുതണമെന്ന് പറയും. ഖബറാള് ചോദിക്കും, എഴുതാൻ പേപ്പറും പേനയൊക്കെ വേണ്ടേ? പേനയാ വേണ്ടത്? ദാ ഈ വിരല് പേനയാക്കിക്കോ. മഷിയല്ലേ വേണ്ടത്? നിന്റെ നാവിലൂടെ വരുന്ന ഉമിനീര് മഷിയാക്കി എടുത്തോ. പേപ്പറാണോ വേണ്ടത്? ഒരു ചെറിയ കഷ്ണം കടലാസ്, കഷ്ണം തുണി ഇങ്ങനെ മുറിച്ച് കഫംപുടയിൽ നിന്ന് കയ്യിൽ കൊടുക്കും, എഴുതെന്ന് പറയും. വേഗത്തിൽ എഴുത്ത് നടക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ, മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ്. വേഗത്തിലാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എഴുതാൻ പറയും. ഓർമ്മ വരുമോ? മുഴുവനും ഓർമ്മ വരും. അത് ശരി, അത്രമാത്രം വലിയ കഴിവൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മരിച്ച ഒരു മയ്യത്തിന്, മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിന്റെ മേൽ എത്ര ആള് നിസ്കരിച്ചു എന്ന് കറക്റ്റായിട്ട് ആരൊക്കെയാന്നുള്ളത് ആ മയ്യത്തിന് അറിയും. കുറെ ആൾക്കാർ നിസ്കാരം കഴിഞ്ഞിട്ട് പോകല്ലേ, ഖബറിന്റെ ചുറ്റുഭാഗം എത്ര ആളുകൾ കൂടി എന്ന് വളരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഓ, അവനൊക്കെ ഒരു ആമീനും കൂടി പറയാതെ, ഒരു തസ്ബീത്തും കൂടി ചെല്ലാതെ പെട്ടെന്ന് കഴിച്ചില്ലായി, എന്തൊരു വലിയ കൂട്ടുകാരെന്ന്. അപ്പോഴൊക്കെ അവന് ബന്ധം, ഒരു നിസ്കാരം കഴിഞ്ഞ് അവൻ ഓടിയല്ലേ. കറക്റ്റായി അറിയുന്നതിന് എത്ര ആൾ നിസ്കരിച്ചു, ആരൊക്കെ വന്നു, കൃത്യമായിട്ട് അറിയുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ മരണത്തിന്റെ ശേഷമുള്ള കഴിവ് കൂടുകയാണ്, വർദ്ധിക്കുകയാണ്, കുറയല്ല. അതാ ഞാൻ പറഞ്ഞത്, എത്ര ഓർമ്മക്കുറവായിട്ട് ഒരു പിച്ചും പേയൊക്കെ പറഞ്ഞ് ഒരു പിടുത്തമില്ലാതെ മരിച്ച ആളാണെങ്കിലും മരണത്തിന് ശേഷമുള്ള കഴിവൊന്ന് വേറെയാണ്. എഴുതാൻ പറയും. അവനവന്റെ കഫംപുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ച് തന്നിട്ട്, കയ്യിൽ തന്നിട്ട് എഴുതാൻ പറയും.
എഴുതിക്കഴിഞ്ഞാൽ അത് ചുരുട്ടും. ആ മലക്കത് ചുരുട്ടും. ചുരുട്ടിയിട്ട് പെരടിയിൽ ഇങ്ങനെ പിടിച്ച് കെട്ടിവെക്കും. ഈ പെരടിയിൽ കെട്ടിവെച്ച എഴുത്തുണ്ടല്ലോ, രേഖയുണ്ടല്ലോ, ഇത് വായിക്കാനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ഇഖ്റ കിതാബക്, നീ എഴുതിയത് നീ വായിക്കണം. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിനക്ക് വിചാരണക്ക് നീ എഴുതിയത് തന്നെ മതി. ബാക്കിയുള്ള മലക്കുകൾ എഴുതിയതില്ലേ, അത് വേറെ എഴുത്തുണ്ട്. അതിനേക്കാളും നല്ല എഴുത്ത് വായിക്കാൻ ഏറ്റവും നല്ലത് നീ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു കിതാബുണ്ട്, രേഖയുണ്ട്, നീ അത് വായിക്കണം. സുബ്ഹാനല്ലാഹ്, വായിക്കാൻ ശ്രമിക്കുമോ? വായിക്കും. വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വായിക്കും. വായിക്കാൻ ബേജാറാകുന്ന ആളുകൾ വെപ്രാളത്തോടെ പലതും വിളിച്ചു പറയും. സഹോദരങ്ങളെ, എല്ലാവർക്കും അങ്ങനെ ഒരു രേഖയും ഒരു എഴുത്തും കെട്ടിത്തരും. അതേ സമയത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടാത്ത ആളുകൾ, അവര് വായിക്കേണ്ടതില്ല, വായിക്കാൻ നിൽക്കേണ്ടതില്ല. നേരത്തെ തന്നെ അവര് പാലം കടന്നു പോകും. ബാധ്യതകൾ ബാക്കി വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ കടം മുഴുവനായിട്ടും ഒരു കൊട്ടയിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാരുടെ കണക്ക് നോക്കിയിട്ട് എടുത്ത് ഓരോരുത്തർക്കും കൊടുത്ത് കടബാധ്യതകൾ മുഴുവനും വീടിയപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ പാത്രത്തിലേക്ക്, കൊട്ടയിലേക്ക് നോക്കി. നേരത്തെ എത്രയാണോ പറിച്ചു വെച്ചത് അത് തന്നെ കൊട്ടയിലുണ്ട്, അല്പം പോലും കുറഞ്ഞിട്ടില്ല. ആ കൊട്ടയിൽ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം. പറിച്ചു വെച്ച കാരക്കകളിൽ നിന്നൊരെണ്ണം പോലും കുറഞ്ഞിട്ടില്ല. കടബാധ്യതകളൊക്കെ വീടുകയും ചെയ്തു. ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഈ കണ്ട സംഭവം, ഈ വലിയ മുഅ്ജിസത്ത്, അത്ഭുതം, ഞാൻ പോയിട്ട് അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമയോട് പോയി പറയട്ടെയോ? നിങ്ങൾ അവരോട് പോയി പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആദ്യം ചെന്നു അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക്. എനിക്കുണ്ടായ ഈ സന്തോഷം, ഉപ്പയുടെ ഈ ഭാരിച്ച ബാധ്യത, അതെല്ലാം ഒരു കൊട്ടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാർക്ക് എടുത്തു കൊടുത്ത് പൂർണ്ണമായും വീട്ടുകയും നേരത്തെ പറിച്ചു വച്ച കായ്ക്കനികൾ അങ്ങനെ തന്നെ മിച്ചം വരികയും ബാക്കിയുള്ള മരത്തിന്റെ ചുവട്ടിലുള്ളതൊക്കെ അവിടെയുണ്ട്, അനങ്ങിയിട്ടില്ല. അതെല്ലാം എനിക്ക് വലിയ ബറക്കത്തായി, മിച്ചമായി, ഭാഗ്യം കിട്ടിയത്, ബാക്കി ലഭിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഞാൻ പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് വലിയ ബറക്കത്താ നൽകിയത്, വലിയ ഭാഗ്യമാണ് തന്നത്. അവിടുന്ന് സന്തോഷം പറഞ്ഞ ശേഷം പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കത് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോ മനസ്സിലായി? നിങ്ങളെ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കറങ്ങുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ കണ്ടു. ഞാനത് കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ എന്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞു, ഇന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യത്തിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞു. ഇന്ന് മഹാഭാഗ്യ കിട്ടുക. ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴേക്കന്നെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതൊക്കെ ഭാഗ്യമായിരിക്കും. ഈ ബറക്കത്ത് കണ്ടില്ലേ നിങ്ങൾ? ബാധ്യതകളൊക്കെ വീടിയിട്ടും മിച്ചം കണ്ടോ? എത്രയുണ്ട് ബാക്കി? ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. കുടുംബത്തിനെ സന്തോഷത്തോടുകൂടെ പോറ്റാനുള്ള ധനം അവിടെ ബാക്കിയായി. ഇതിങ്ങനെ കൊടുക്കാൻ അള്ളാഹു വർദ്ധിപ്പിച്ചതും ബാക്കി വെച്ചതിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട കാരണം ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ സജീവമായി പ്രവർത്തിച്ചതുകൊണ്ട് കിട്ടിയ ബറക്കത്താണ്. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അധ്യായം ഇട്ടിരിക്കുന്നത്. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, പ്രാരാബ്ദങ്ങളിൽ ജീവിച്ച ആളുകൾക്കൊക്കെ അങ്ങനെയാണ് അല്ലാഹു തആല പരിഹാരം കൊടുത്തത്. ഇഷ്ടം പോലെ കൊടുത്തു. ദീനിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് ബറക്കത്ത് അങ്ങനെ ചൊരിഞ്ഞു കൊടുത്തു. ആദ്യഘട്ടങ്ങളിൽ പഠിക്കാൻ പോലും ഒരു ദീനാർ, ഒരു ദിർഹമു പോലും ഇല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല. വരിസംഖ്യ കൊടുക്കാനില്ലായിരുന്നു. വരിസംഖ്യ എല്ലാവരും കൊടുക്കണം കേട്ടോ. വരിസംഖ്യ കൊടുക്കാനില്ലായിരുന്നു ഉസ്താദിന്. പഠിപ്പിക്കുന്ന ഉസ്താദിന് എന്തെങ്കിലുമൊക്കെ ഒരു വരിസംഖ്യ കൊടുക്കണ്ടേ? കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അത് കൊടുക്കാനില്ലായിരുന്നു ഉമ്മാന്റെ പക്കല്.
ഉപ്പ ചെറുപ്പത്തിലേ വഫാത്തായിപ്പോയി, ഉമ്മയല്ലേ വളർത്തുന്നത്. പക്ഷേ ആ ഉമ്മ അക്ഷീണം യത്നിച്ച് മകനെ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഉമ്മ സജീവമായി പ്രവർത്തിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ബറക്കത്തിന് കയ്യും കണക്കൂല്ല.